മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തണുപ്പുമുണ്ട് കേട്ടോ. ഓ ഓ അടുത്ത ഐറ്റം കണ്ടോ, ഡ്രാക്കോ. ചേർമീൻ എപ്പോഴും നമുക്കൊരു വികാരമാണ് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഇറങ്ങിക്കുവാണ്. നമുക്ക് കുറച്ച് വരാൽ വേണം. വരാൽ പിടിച്ച് കറി വെക്കുന്ന വീഡിയോ ഒക്കെ ഒരുപാടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ച് ഇറങ്ങിക്കുവാണ്. പല ഫ്രോഗുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ജിമിനി ഉപയോഗിച്ച് മീൻ പിടിക്കും. റിയൽ വാരിൻ്റെ ജിമിനി, അതുപോലെ തന്നെ നമ്മുടെ റിയൽ വാരിൻ്റെ ഡ്രാക്കോ, പിന്നെ കുറേ ഫ്രോഗുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും ക്വാളിറ്റി എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടം തോന്നിയ ഒരുപാട് ഫ്രോഗുകൾ നമ്മളിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ചാനലൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം. ബാഗിൽ എന്തൊക്കെയുള്ളതെന്ന് പലർക്കും ഡൗട്ടുണ്ട്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ, ബാഗിൽ എന്താണ്. ഇത് നമ്മുടെ ക്യാമറയാണ്. ക്യാമറയുടെ ബാഗ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് കണ്ടോ, ലൂർ ബോക്സുകളാണ്. ലൂർ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രോഗ് ലൂവേഴ്സ് ചിലപ്പോൾ കയ്യിൽ ഇതുപോലെ ഞാൻ എടുക്കാറുണ്ട്, ഇതുപോലെ ഇറങ്ങുമ്പോൾ. പിന്നെ അത്യാവശ്യം ബാക്കിയുള്ള ലൂവേഴ്സാണ് ഇതൊക്കെ. അതായത് നമ്മുടെ അണ്ടർ വാട്ടർ ലൂറുകൾ, വാഗയ്ക്ക് ഉള്ളത് ഇതൊക്കെ. പിന്നെ ഇത് കണ്ടോ, പഴയ ലൂറൊക്കെയാണ് കേട്ടോ. ചുമ്മാ ഇട്ടിരിക്കുന്നതാണ്. ഇതൊരു റഫായിട്ട് കിടക്കുന്നതാണ്. ഇത് പിന്നെ നമ്മുടെ ഹുക്കുകളാണ് ഇതൊക്കെ കണ്ടോ. ഇതുപോലത്തെ ഹുക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ഉണ്ട്. പിന്നെ ഒരു തായ് ഫ്രോഗ് പഴയ ഒരെണ്ണം കിടപ്പുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവരുന്ന സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നൈഫാണ്. ഈ നൈഫ് നമുക്ക് ഹുക്ക് റിമൂവറൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹുക്ക് വളയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് നേരെയാക്കാനൊക്കെ. അതുപോലെ തന്നെ നമ്മൾ വാഗയൊക്കെ അടിക്കുന്നത് വലിയ പെൻസിൽ ലൂറൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് ഊരാൻ വേണ്ടി പറ്റും. അത് പിന്നെ അതാണുള്ളത്. പിന്നെ നമ്മുടെ റീബാൻഡ് ജക്കോ, ഇത് ജെമിനിയാണ്. ഇന്ന് നമുക്ക് കാസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇവനെ എടുത്ത് നമ്മുടെ പോക്കറ്റിലിട്ടേക്കാം. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ബാഗ് നമുക്ക് വെച്ചേക്കാം. പിന്നെ ഞാൻ കുറച്ച് ഒരു കുപ്പി വെള്ളം എടുക്കാറുണ്ട്. ഓക്കെ, ഒരു കുപ്പി വെള്ളം ഉണ്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവർ കേട്ടോ, മീനിടാൻ വേണ്ടി ഒരു കവറും കൂടെ എടുക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ ബാഗിനകത്ത് ഉണ്ടാവുക. ഇപ്പോൾ ഇത്ര സാധനങ്ങൾ നമ്മുടെ ബാഗിലുള്ളതുണ്ടോ. ഇത്രയും വലിയൊരു ബാഗായിട്ട് നമുക്ക് തോന്നും. അപ്പം ലൂർ ബോക്സുകളും ലൂറും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ CMXൻ്റെ ഡ്രാക്കോ എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർ ദ ഡ്യൂട്ടി അതാണ് ഡ്രാക്കോ. അപ്പോൾ നമുക്ക് ഇവനെ വെച്ചിട്ട് നിറഞ്ഞു നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇടയ്ക്ക് ഞാൻ ആദ്യം തന്നെ ഇത് പറയുകയാണ്, ഇടയ്ക്ക് എടുക്കുവാണ് കേട്ടോ. അതായത് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഗിവ് അവേ വെച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഞാൻ ആളുകൾക്ക് കമൻറ്റും ചെയ്തിട്ടുണ്ട്. ഇതുവരെ അവരാരും നമുക്ക് റിപ്ലൈ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും വിത്തിൻ 2 days ഞാൻ ഒന്നും കൂടെ ഗിവ് അവേ നടത്താൻ കരുതുവാണ്. എന്തായാലും ഞാൻ അതിനകത്ത് വേറെ ആളെ നമുക്ക് തിരഞ്ഞെടുക്കാതിരിക്കാൻ പറ്റത്തുമില്ല കേട്ടോ. അതുപോലെയാണ്. കാരണം നമുക്ക് കുറച്ച് ഫ്രോഗ് അവർ തന്നിട്ട് നമുക്ക് അതിൻ്റെ ഗിവ് അവേ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും 2 ദിവസത്തിനകത്ത് ഈ വരുന്ന ബുധനാഴ്ച വരെ ഞാൻ നോക്കും. അതിനുള്ളിൽ നിങ്ങൾ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഞാനത് വീണ്ടും ലോട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ കരുതണം. ഞാൻ ഓൾറെഡി 5 പേർക്ക് ഒരാൾ പോലും റിപ്ലൈ തന്നിട്ടുള്ളതാണ് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിട്ടേനെ, ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് അത് ആശിക്കുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും ഞാനതിനകത്ത് വീണ്ടും നറുക്കെടുപ്പ് നടത്തും. വെറും 5 days അല്ലെങ്കിൽ 5 to 6 days, ഒരു 3-4 ദിവസത്തിനകത്ത് നിങ്ങൾ എനിക്ക് റിപ്ലൈ തരണം. തന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും അത് വേറെ ഒരു ലോട്ട് ഇടാൻ വേണ്ടി തീരുമാനിക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ആ വീഡിയോ കിടപ്പുണ്ട്, ഗിവയുടെ വീഡിയോ കിടപ്പുണ്ട്. അതിനകത്തുണ്ട് ഡീറ്റെയിൽസ് ആർക്കൊക്കെ അടിച്ചെന്നുള്ളതിൻ്റെ. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ പേര് അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ ഡ്രാക്കോയിൽ ആദ്യത്തെ മീൻ കയറി വരുന്നുണ്ട്. ഡ്രാക്കോ എത്ര കാലം കഴിഞ്ഞാലും വൺസ് എ കിങ് ഈസ് ഓൾവേസ് എ കിങ് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഡ്രാക്കോയിൽ കേട്ടോ എപ്പോൾ അടിച്ചാലും ഡ്രാക്കോ കണ്ണലാണ് കയറ്റുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. അടിച്ച് കയറിയിട്ട് നല്ല കിളിക്കുഞ്ഞു പോലത്തെ സാധനം കേട്ടോ. അടിപൊളി. നമുക്ക് പിന്നെ എടുത്തേക്കാം. കണ്ടോ, ചോര ഒഴുകുന്നുണ്ട്. നല്ല രീതിയിൽ ഹുക്കപ്പായിട്ടുണ്ട്. നമുക്ക് പിന്നെ എടുത്തേക്കാം. വലിയ മീനൊന്നുമല്ല, കുഞ്ഞു മീനാണ് കേട്ടോ. നെക്സ്റ്റ് ടോൺ കയറി വരുന്നുണ്ട് കണ്ടോ. ഈ ഒരു സൈസ് മീനാണ് കേട്ടോ. ഫുള്ള് നൈസ് ഹുക്കപ്പാണ്. അടിപൊളി ഡ്രാക്കോ. ഇപ്പം നമ്മൾ ഇന്ന് വരാലിനെ നമ്മളിവിടുന്ന് കോരും. ഇപ്പം നമ്മുടെ അടുത്ത മീൻ കയറിയിട്ടുണ്ട്. വലിയ വലിപ്പമൊന്നുമില്ല, അത്യാവശ്യം ചെറിയ മീൻ തന്നെ. നമ്മുടെ വളർത്തു വരാലാണ് കേട്ടോ മൊത്തം. ഇത് കണ്ടോ,
ഭയങ്കരമായിട്ട് വരണ്ട് ഇത് കത്തിച്ചേക്കും കേട്ടോ, വെട്ടിയിട്ട് കത്തിച്ചേക്കുവാണ്. എന്നിട്ട് ഇതുവഴി നമുക്കിങ്ങനെ നടന്നു പോകും. ഇതിനിടയ്ക്ക് പാമ്പൊക്കെ കിടന്നു കഴിഞ്ഞാൽ അറിയത്തില്ല, സന്ധ്യയാകുമ്പോൾ നമ്മൾ തിരിച്ച് വരുന്നത്. അപ്പം പാമ്പൊക്കെ കിടന്നു കഴിഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷൂ ഒക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റണം. വലിയ ഷൂ ആണ് സത്യത്തിൽ നല്ലത്, പക്ഷെ നമുക്കതില്ല. നമ്മളിത് ഇട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാവേ. മീനിൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ ഫ്രണ്ടോട്ട് മാത്രം ഒന്ന് എറിയും കേട്ടോ, മാക്സിമം സൂക്ഷിക്കണം. അതെ, അടുത്ത മീൻ കയറി വരുന്നുണ്ട്. ഇത് ഇച്ചിരി കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ. ഇതെന്തോ മീനാണ് ഇത്? വരാൽ തന്നെയാണ് ഇതൊക്കെ. ഗിടുക്കനായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ വരാലാണ്, അടിപൊളി സാധനം. ഇതുണ്ട്, വരാലിൻ്റെ കളർ വെള്ള വരാലാണ് കേട്ടോ. നമ്മളെ വിയറ്റ്നാമിയാണ്, അടിപൊളി സാധനം കേട്ടോ. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ ഡ്രാക്കോയിലാണ് ഇടിച്ചേക്കുന്നത്. കണ്ടോ പച്ച കളറൊക്കെ ഇതിന്, പച്ച കളറാണ് കേട്ടോ ഈ മീൻ. എന്നാൽ ഈ വെള്ളത്തിൽ കിടന്നിരിക്കുന്നുണ്ട്, പാട പോലത്തെ വെള്ളമാണ്, ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. ഇതുണ്ട്. ഇപ്പം നമ്മൾ തൊട്ടപ്പുറത്തെ മൂർഖനെ കണ്ടത്, അതുകൊണ്ട് അതിനകത്ത് കേട്ടോ മൂർഖനെ കണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പേടിച്ചോടാനാണെങ്കിൽ നമ്മൾ എന്ന് ഓടിക്കൊണ്ടിരിക്കണം. മാത്രമല്ല ഞാൻ പറയുന്നത്, മനുഷ്യരുടെ അകത്ത് എന്തായാലും ഈ ജീവികളെ നമ്മൾ പേടിക്കേണ്ടതായിട്ട് വരത്തില്ല കേട്ടോ. കാരണം അവനങ്ങനെ ഉപദ്രവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവൻ ഉപദ്രവിച്ചാൽ നമ്മുടെ വിധിയാണ്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളവനെ കണ്ട് പേടിച്ചോടിയിരുന്നെങ്കിൽ നമുക്ക് ഇവനെ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, അടുത്തവനെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇവനെ ബാഗിലാക്കാം, പോട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രാക്കോ, അടിപൊളി. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീനാണേ. അപ്പോൾ നമുക്കറിയാം, ലെറ്റ്സ് ഗോ. എല്ലാ വർഷവും ഞാൻ കാണിക്കുന്ന കേട്ടോ ഈ സാധനം. ഇവിടെ ഈ കണ്ടത്തിലൊക്കെ പണിക്ക് വരുന്നവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നട്ടുച്ച വെയിലത്തൊക്കെ ഇവിടെ ഉണ്ടോ, ഒരു സ്ഥലം പോലും ഇല്ല കേട്ടോ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്യാവേ. അടുത്തവൻ ചെറിയ മീനാണ് കേട്ടോ. അയ്യോ, ചെറിയ മീനാണ്. കറക്റ്റ് കണ്ണിക്കൂടെ കയറിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ വിടാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഏതടിയും കണ്ണിക്കൂടെ മാത്രമേ ട്രാക്കോ കയറ്റത്തുള്ളൂ കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചെറുതാണ്, ഭയങ്കര ചെറുതാണ് കേട്ടോ മീൻ. പക്ഷെ കണ്ണിക്കൂടെ കയറിയോണ്ട് നമുക്ക് വിട്ടിട്ട് കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ. തിരിച്ചിടുക, നേരെ എറിയുക, അത്രേ ഉള്ളൂ. ഇനി എറിയാം. ഇതുണ്ടോ, ഒരു ചാല് പോകുന്നുണ്ടോ, അങ്ങേ കരയിലോട്ട് കറക്റ്റായിട്ട് പോയേക്കോ കേട്ടോ. മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തണുപ്പുമുണ്ട് കേട്ടോ. ചെറിയതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട്. വെയിലും കൂടി മാറിയപ്പം തണുപ്പും പൊടിയും എല്ലാം കൂടിയാണ് കേട്ടോ. ഭയങ്കര മടുപ്പാണ്. യെസ്, ദേ അടുത്തവൻ വരുന്നുണ്ട്. ചെറിയ മീനാണ് കേട്ടോ. വീണ്ടും കയറി വരുന്നുണ്ട്. ചെറിയ മീനാണ്, പക്ഷെങ്കിൽ കുനുകുന അടിയാണ്. എൻ്റെ ഇത് കണ്ടോ, ഭയങ്കര ചെറിയ മീനാണ് കേട്ടോ. അടുത്ത അത് ലോങ് അടിയായിരുന്നു കേട്ടോ. അത് നല്ല അടിയാണ്, സൂപ്പർ കീറായിരുന്നു. അത് കുഴപ്പമില്ലാത്ത മീനാന്ന് തോന്നുന്നു. സെയിം സൈസ്. അപ്പം നമ്മുടെ അടുത്ത മീൻ കയറി വരുന്നുണ്ട്. നല്ല ലോങ്ങിൽ നിന്നുള്ള അടിയായിരുന്നു കേട്ടോ. നല്ല പറന്നു എന്നുള്ള അടിയായിരുന്നു. നമ്മുടെ നാലാമത്തെ അഞ്ചാമത്തെ മീനാണ്. ചെറുതും വലുതും എല്ലാം കൂടെ കൂട്ടി കേട്ടോ. നമുക്ക് കുറച്ച് മീൻ ആവശ്യമുണ്ടായിരുന്നു, നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. യെസ്. എടാ നീ അങ്ങോട്ട് അങ്ങേട്ടത്ത് പോയോ, വല്ലതും കിട്ടിയോ? അവന്മാര് വന്ന് പിടിച്ച് അടി അതട്ട സാധനമാണ്. അത് കിട്ടില്ല സാധനം. ഡ്രാക്കോ അത് കിടക്കനായിട്ടാണേ. കുഴപ്പമില്ലാത്തൊരു സാധനം. ഇതിനൊക്കെ വലുതാണ് മറ്റേ പുറകത്ത് ചാരി കിടക്കുന്നത്.
നമ്മുടെ ഡ്രാക്കോയിൽ അടുത്തൊരെണ്ണം കയറിയിട്ടുണ്ട്. യെസ്, ഇതാണ് ഇത്ര നേരം നമ്മൾ പിടിച്ചതിൽ ഏറ്റവും വലിയ മീൻ കേട്ടോ. എന്താ സൂപ്പർ സാധനമാണ്. നേരെ കവറിനകത്തോട്ട് ഇടാം. നിൽക്കുന്ന പ്ലേസാണ്. യാ അല്ലേ പിടിക്കും. പിന്നെ അതൊക്കെ നാടൻ വരാല അല്ലേ? നാടൻ വരാലല്ലടാ, നാടൻ വരാല കള്ളയല്ല കേട്ടോ, നാടൻ വരാലാണ്. അയ്യോ അയ്യോ ഇല്ല, ഊരി പോകുന്നില്ല, ചൂണ്ട ഊരിയില്ല. ഇത് വല്ലാത്തൊരു ഹുക്കായി സാധനം. മറ്റേ ആ VMCയുടെ ഒരു വൈറ്റ് കളർ ഹുക്ക്. അത് ഭയങ്കര സ്ട്രോങ് ആയി സാധനം, വളയത്തൊന്നുമില്ല. അയ്യോ വേണ്ടേ. സെറ്റ്. അടുത്ത മീൻ നമ്മൾ കയറ്റിയിട്ടുണ്ട്. CMX ട്രാക്കോ. നമുക്കിത് വീണ്ടും അറിയാം. അടിച്ചോ അടിച്ച് ഓട്ടോ. ഇന്ന സാധനമാടാ, ഇത് സാധനം. ഇത് കിടിലായിട്ടാ, അതെല്ലാം കിടുക്ക സാധനമാടാ. വാ അടി മോനൂസേ. വാ 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 കയറി കയറി. ആടാ കിടുക്കനായിട്ടോ. ഇവനവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നു ഇത്ര നേരം. അപ്പോൾ നമ്മൾ ഡ്രാക്കോയിൽ അടിച്ചേക്കുന്ന അടുത്ത ഐറ്റം കണ്ടോ, ഡ്രാക്കോ. അതുപോലെ തന്നെ നമ്മുടെ ഫോസിലിൻ്റെ നെമസിസ് കേട്ടോ. കിടില സാധനം, കിടുക്ക മീൻ കേട്ടോ. ഏകദേശം കൈയുടെ നീളമുണ്ട്. വരാലാണ് നമ്മുടെ വെള്ള. പണി കിട്ടി. ഇല്ല ഈ കൈ മുറിഞ്ഞു പോകും കേട്ടോ. നമ്മൾ മീനെ പിടിച്ചിട്ട് ലൈനെ പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ലോക്ക് ഓപ്പൺ ചെയ്തിടുക. മീൻ വലിച്ചു കഴിഞ്ഞാൽ ടിപ്പ് ഒടിഞ്ഞു പോകും അല്ലെങ്കിൽ കേട്ടോ. അത് കാണിച്ചാ ഓക്കെ. ഫ്രോഗ് ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇത് കണ്ടാതിരിക്കുന്നേ നമ്മുടെ ഡ്രാക്കോയാണ്. അന്യ പവറിൽ തന്നെയാണ് കേട്ടോ. നാടനാണ് കാണിച്ചടാ. അടിപൊളിയല്ലേ, പെശകു സാധനം. നമ്മുടെ CMXൻ്റെ ഡ്രാക്കോ. അതുപോലെ നമ്മുടെ മീൻ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിയൽ വാരിൻ്റെ ജിംനി എന്ന് പറയുന്നൊരു ഫ്രോ കേട്ടോ. ഒന്നാമത്തെ മീൻ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ കയറി വരുന്നുണ്ട് കേട്ടോ, ജിംനി. നമ്മുടെ ജിംനിയിൽ ആദ്യത്തെ മീൻ കയറി വരുന്നുണ്ട്. മറ്റേ കിടുക്കമാണ്. വലയ്ക്കകത്തേക്ക് ക്ലീൻ ഹുക്കപ്പാണ്. നോക്കിയാൽ 2 ഹുക്കും കയറിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഊരി പോരത്തില്ല. ഇട്ടുണ്ട് ഇത്രേ ഉള്ളൂ. ഇനി നേരെ തിരിച്ചിടുക. ഇതാണ് നമ്മുടെ ഫ്രോഗ് റെഡിയാണ്. നമുക്ക് അടുത്ത് അറിയാം. ജിമിനിയുടെ സൗണ്ട് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മീനെ അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല സൗണ്ടാണ്. നമുക്ക് ലോങ്ങിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും മീൻ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്ത് ഇറങ്ങി വരികയും ചെയ്യും കേട്ടോ. ബാക്കി ഇതേ നിങ്ങൾ കണ്ടോ, കൊല അടിച്ചു കളി. ഓയ്യോടാ, കിട്ടി അയ്യ കിട്ടി ഒക്കെ എന്നുള്ള അടിയായിരുന്നു ഞാൻ. അവിടെ റബ്ബർ തിരിഞ്ഞു പോയിട്ട്. ഇതുകൊണ്ട് ഫ്രോഗിൻ്റെ റബ്ബർ കറങ്ങി തിരിഞ്ഞു പോയിട്ടോ. അടിഭാഗം കറങ്ങി വന്നു ഫ്രോഗ്. പ്രോപ്പർ ഹുക്കപ്പാണ്. 2 ഹുക്കും കയറിയിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ടോ. ഇതെങ്ങനെ ഇങ്ങനെ തല തിരിഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അതായത് അടിപൊളി കേട്ടോ. റബ്ബർ ക്വാളിറ്റി അതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ഫ്രോഗ് ലൈനിലേക്ക് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്, ഹുക്ക് ഫ്രീ ആയിട്ടുണ്ട്. മീൻ ഹുക്കെ തന്നെ കിടക്കുകയും ചെയ്യും കേട്ടോ. ചെറിയ മീനാണ്. എന്തായാലും നമുക്ക് പിന്നെ എടുത്തേക്കാം. ഇത് കണ്ടോ, അതെ ഈ ഫ്രോഗിനെ തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാട്ടോ. ഇതിനകത്തൂടെ കയറ്റി ഇറക്കണേ. ഉണ്ടോ, ഫ്രോഗ് പോകുന്നുണ്ടോ.
വാ 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 വാദ്യാരി വിടമാട്ടി പൊണ്ണ്. ഫ്രോഗ് റിവീൽ ചെയ്യുക കേട്ടോ. എൻ്റെ പൊന്നോ, ഫ്രോഗിൻ്റെയൊക്കെ അവസ്ഥ ഇത് കണ്ടോ. ഫ്രോഗ് തിരിക്കും കേട്ടോ നമ്മൾ. എൻ്റെ പൊന്നെ വലിച്ചിടണം. അത് ഹുക്ക് നിൽക്കുന്നു, കയ്യെ കയറും ഹുക്ക്. ഇങ്ങോട്ട് ഇത് ഫ്രോഗ് റിവ്യൂ കേട്ടോ. റിവീൽ ചെയ്യുക ഫ്രോഗിനെ. ഇതുപോലത്തെ ഒരു ഫ്രോഗ് റിവീല് ലോകത്തൊരു മനുഷ്യൻ ചെയ്ത് കാണത്തില്ല. വാ 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 എല്ലാവരും നിന്നെ ഒന്ന് കാണട്ടെ. യെസ്, ഇതുണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോഗ്, നമ്മുടെ ജിംനി. കണ്ടല്ലോ, 2 സ്പിന്നറൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഹുക്ക് ഇത് കണ്ടോ, ഹുക്ക് ദേ ഇവിടെ നോക്കിയേ. നമ്മൾ ഈസി ആയിട്ട് തിരിയും കേട്ടോ. പിടിച്ച് നമ്മൾ ചുമ്മാ തൊട്ടാൽ മതി. കണ്ടോ തിരിയുക. അതുപോലെ തന്നെ ഫ്രോഗ് വേറെ വിഷയമൊന്നുമില്ല, കീറലൊന്നുമില്ല. ഇത് എങ്ങനെ മടങ്ങിയാലും കയറിയാലും റബ്ബർ ക്വാളിറ്റി അടിപൊളിയാണ്. റിയൽ വേരിയൻ്റെ റബ്ബർ ക്വാളിറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അടിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് നേരെ അപ്പുറത്തോട്ട് ചാടാൻ പോകാം കേട്ടോ. നോക്കിയേ, നമ്മുടെ ജെമിനി, അതുപോലെ തന്നെ നമ്മുടെ റിക്കി മാരു, പിന്നെ നമ്മുടെ ഫോസിൽ XR ക്രൂസ്. വാ കമോൺ. പിന്നെ ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഇതിനിടയ്ക്ക്. എൻ്റെ അമ്മേ, വാ. അടിപൊളി 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 അടിപൊളിയേ. എന്നാ സാധനം കയറി. കാത്തു കാത്തുവേ, എടി കാത്തു കാത്തു കാത്തു. അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചേ കാത്തു ആടി. ഗക്കോയലാണ് കേട്ടോ, സോറി ജെമിനിയലാണ് കേട്ടോ. ജിമിനിയൽ അടിച്ചേക്കുന്ന വരാലാണ്. ഇടുക്കു സാധനം നോക്കി, കിട്ടില്ല സാധനം. പടക്കരടിയായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് കേട്ടോ, അടുക്കളപ്പുറത്തും നമ്മൾ പിടിച്ചതാണ് സാധനത്തിൽ. ഇത്രയും സന്തോഷം വേറൊന്നും കൊണ്ടുള്ള കേട്ടോ. ഞാൻ ചൂണ്ട എടുക്കുമ്പോൾ തുടങ്ങും ആ കൊച്ചിന് വലിയ മീൻ പിടിക്കണം എന്ന്. അപ്പോൾ അവളെ ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സന്തോഷം. അപ്പോൾ ഇതാണ് സാധനം. ഇതാട്ടോ നമ്മളെ വരാല്ലേ. ഓക്കെ, അടിപൊളി സാധനമാണ്. അടിപൊളി സാധനം. അത് പിടിക്കടാ, അത് പിടിക്കടാ. ഇതേണ്ടത് നമ്മുടെ കുപ്പിയാണ് കേട്ടോ, സോഡാ കുപ്പി. അതിൻ്റെയൊക്കെ വലിപ്പം വെച്ച് നിങ്ങൾ നോക്കി എങ്ങനെയുണ്ടത്. അടിപൊളി സാധനമല്ലേ. അപ്പോൾ നമ്മുടെ റിയൽമാൻ്റെ ജെമിനിയാണ് ഫ്രോഗ്. അവനെ അത് വെള്ളത്തിലാക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം പരിപാടി ഒപ്പിക്കും. സാധനം നോക്കിയത് കിടക്കടാ. ഈ സ്കില്ല് സാധനം കേട്ടോ, പേശ സാധനം. എന്താ കതിനി വേണ്ട മീൻ. വെള്ളത്തിൽ നിറച്ചിടുക കേട്ടോ, കാരണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അവൻ അതിനകത്ത് ശരിക്കും കിടക്കാൻ പറ്റത്തില്ല. അതോ അത് വരാല്. എന്നാ മീന? വലാല്. പറഞ്ഞേ വരാല്. ജെമിനിയുടെ വേറൊരു പ്രത്യേകത കേട്ടോ, ഇത്രയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുള്ളപ്പോഴും പോളക്കകത്തൊക്കെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്ക് ഉടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതില്ല കേട്ടോ. ഇപ്പം അതിൻ്റെ അപ്പുറത്തു നിന്നൊക്കെ നമുക്ക് മീൻ അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടോണേ. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കി, നമ്മുടെ അടുത്ത മീനാണ് നമ്മുടെ
ജെമിനിയിലാണ് അടിപൊളി. കറക്റ്റ് ഫ്രോഗിൻ്റെ ഹുക്കയിൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹുക്കയിൽ നിന്ന് റബ്ബർ അങ്ങ് മാറും, പിന്നെ മീൻ മാത്രമായിരിക്കും കേട്ടോ ഹുക്കയിൽ, പിന്നെ മിസ്സാകുന്ന വിഷ് ഉദിക്കുന്നില്ല. കുറേ നേരം എറിഞ്ഞപ്പോൾ നമുക്ക് പിടി കിട്ടി. അവിടെ കുറച്ചുകൂടെ ചെറിയ മീനുകളാണ് കിടക്കുന്നത്. എന്തായാലും എനിക്ക് 2-3 വരാൽ വളരെ അർജൻറ്റായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കയ്യിലിരുന്ന പഴയ ഒരു പൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, ജെമിനി മാറ്റിയിട്ട് പൂക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കി. അത്രയും നേരം നമ്മുടെ നിന്ന് അടിച്ച് മിസ്സായമാരൊക്കെ അന്നേരം കയറാൻ തുടങ്ങി കേട്ടോ. അത്യാവശ്യം വലിയ ഫ്രോഗുമാണ്, അത്യാവശ്യം കാസ്റ്റിങ്ങും കിട്ടും, നമുക്ക് അടുപ്പിക്കാനും പറ്റുമെന്ന്. അടുത്തമ്മ കുറച്ച് നേരമായിട്ട് ഈ സൈസിലുള്ള മീനായിരുന്നു കേട്ടോ അടിച്ചുകൊണ്ടിരുന്നത് മൊത്തം. അതുകൊണ്ടാണ് നമുക്കിതുവരെ, അപ്പോൾ നമ്മുടെ പൂക്കിയയിലാണ് നമ്മൾ ജെമിനിയും കൊണ്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ജെമിനി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് മീനുകളല്ല, ഈ മീനുകളാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മീൻ വേണം. നമ്മൾ ഫ്രോഗ് ഒന്ന് മാറ്റി, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. നമ്മളിനി വാരിയിട്ടേ തിരിച്ച് പോകത്തുള്ളൂ കേട്ടോ. രണ്ടാമത്തെ മീനാണിത്. ഒരു മീൻ നമുക്ക് ജെമിനിയല്ല കിട്ടിയത്, അടുത്ത നമ്മുടെ പൂക്കിയെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. രണ്ടേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പൊക്കാൻ അറിയാൻ മേലായിട്ടല്ല, നമ്മൾ പിന്നെ സിസ്റ്റം വേണ്ടല്ലോ എന്ന് വെച്ച് ഇറക്കിയപ്പോൾ ഉമ്മാരി വൻ പരിപാടി. നമ്മുടെ പൂക്കിയല്ലേ കള ഇറക്കാൻ എനിക്ക് അറിയാൻ മേലായിട്ടല്ലോ, വലിയ ഫ്രോഗ് ആയപ്പോഴത്തേക്കിന് അടി ഇച്ചിരി കുറഞ്ഞപ്പോൾ എനിക്ക് പിടിയിട്ട് ഇതിനകത്ത് ചെറിയ മീനാണ് കൂടുതലെന്ന്. നമ്മൾ ഫ്രോഗൊന്നും മാറ്റിയപ്പോൾ ഇനിയിപ്പം നമുക്കിനി പെറുക്കാം ഇവിടുന്ന്. ഇഷ്ടം പോലെ മീൻ ഇപ്പോൾ ഉണ്ട് ഇതിനിടയ്ക്ക്. അടുത്ത കയറി വരുന്നുണ്ട് അപ്പം ജെമിനി. പമ്മോനെ ദിനേശ കറക്റ്റ് അടിയാണ് ജെമിനി, ഒന്നും നോക്കാനില്ല കേട്ടോ. നമ്മുടെ 4ാമത്തവൻ കയറി വരുന്നുണ്ട്. എല്ലാം ഒരു സൈസാണ് കേട്ടോ, അവർക്ക് പേടിയുള്ള സൈസ്. അത് ഇത്രയും വലിപ്പമുള്ള ഇതിനെ പിടിക്കാനായിട്ട് പേടിയുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഈ അടിക്കുന്ന മൊത്തം. എന്തേ അടുത്തവൻ കയറിയിട്ടുണ്ട്. ഇവിടെ കളിപ്പിക്കുന്നൊന്നുമില്ല, സന്ധ്യയുമായി. നമ്മൾ ഡയറക്റ്റ് കയറ്റിയിടുക കേട്ടോ. ഒറ്റ ഹുക്കയിലാണ് കയറിയിരിക്കുന്നത്, അടിപൊളി. ഉണ്ടേ അയ്യോ അർത്ഥം കയറി വരുന്നുണ്ട്. അടുത്ത മീൻ പോകുന്നു കേട്ടോ. ഓ പാക്ക ക്ലീൻ സ്ട്രൈക്ക് എന്താ അടിച്ചോടാ ആ സെറ്റ്. ഓക്കെ അത് നമ്മുടെ ആദ്യത്തിന് ഒരെണ്ണം കിട്ടിയേക്കോ കേട്ടോ, അടിപൊളി. യെസ്, കുറച്ച് നേരമായിട്ട് ഇവൻ അവിടെ കിടന്ന് കളിക്കും കേട്ടോ. ഊരിപ്പോയി. കുറച്ച് നേരമായിട്ട് ഇവൻ ഇവിടെ കിടന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ നമ്മളത് അവനെയും കയറ്റിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ജിമ്മിനി ആയിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ഡേ വന്നു കേട്ടോ. കുറേ മീനൊക്കെ പിടിച്ചെങ്കിലും നമുക്ക് കുറേയൊക്കെ ക്യാമറയിൽ എടുക്കാനും കുറേയൊക്കെ നമുക്ക് മിസ്സാവുകയൊക്കെ ചെയ്തായിരുന്നു. ഒരു ചെറുമീന് വേണ്ടി നമ്മളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള സ്പോട്ടുകളിലൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്യും. അങ്ങനെ നോക്കിയപ്പോഴാണ് തൊട്ടപ്പുറത്ത് പെട്ടെന്നൊരു മീനെ അടിക്കുന്നതാണ് കേട്ടോ. ഒന്നും നോക്കിയില്ല, ഞാൻ കറക്റ്റിന് സ്പോട്ടിലേക്ക് തന്നെ എറിഞ്ഞ് ഒരു 2 പ്രാവശ്യം വലിച്ചേ ഉള്ളൂ. അവനെന്തായാലും വിളി കേട്ടിട്ടുണ്ട്, അപ്പോഴേ അടിച്ചു കേട്ടോ. നല്ല ക്ലീൻ സ്ട്രൈക്കാണ്. ഇത്രയും വലിയ മീനുകളെയൊക്കെ പൊക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജെമിനി തന്നെ ഒരു വലിയൊരു ഓപ്ഷനായിരിക്കും, നല്ലൊരു ഓപ്ഷനായിരിക്കും. കാരണം വലിയ വലിയ മീനുകളൊക്കെ ഉള്ള കളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ജെമിനി ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ ജെമിനിയെ പോലെ ഒരു ഫ്രോഗ് ഉണ്ടായിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. അവനെ ഒരു ചെറുമീന് വേണ്ടിയിട്ട് കുറേ ദിവസമായി കിടന്ന് കളിക്കുന്നു. എൻ്റെ പൊന്നു വള കുഴപ്പമില്ലാത്തൊരു സാധനം കേട്ടോ, കുഴപ്പമില്ലാത്തൊരു സാധനം നമ്മുടെ ജെമിനി. എൻ്റെ അമ്മോ. അതെ, നമ്മൾ അറ്റ് ലാസ്റ്റ് ജിമ്മിനിയിലൊരു ചെറുമീൻ കൂടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. കിട്ടില്ല സാധനം. ഓക്കെ, ഇതിലെ മീനാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീൻ കേട്ടോ. ഞാൻ അത്ര നേരം അവിടെ എറിഞ്ഞോണ്ടിരിക്കുന്നു, അത്ര നേരം അവനെ അടിക്കേണ്ടത്. അവൻ വെളി വന്നൊന്ന് അനങ്ങി ഞാൻ അവിടെ 2 എറിഞ്ഞു, 3 അവൻ അടിച്ചു കേട്ടോ. അതേ കണ്ടത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനാണ്. ഒരു 1 kg സൈസേ ഉള്ളൂ കേട്ടോ. ഈ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഹുക്ക് അപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു ഫ്രോഗാണ്. അടിപൊളി സാധനമാണ് കേട്ടോ.
ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം മീൻ അടിച്ച് കഴിഞ്ഞാൽ കളിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. കറക്കി കരയിൽ കയറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ കളിപ്പിക്കത്തില്ല മീനെ, ജസ്റ്റ് നമുക്ക് അടിച്ച് കരയിൽ കയറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആ രീതിയിലാണ് ഞാൻ ഈ റോഡ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളാരും ഈ പറഞ്ഞ പോലെ വലിയ മീനൊക്കെ ആണെങ്കിൽ ഈ റോഡിൽ ഡയറക്റ്റ് പൊക്കരുത്. നമ്മൾ ഡയറക്റ്റ് പൊക്കുന്ന വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ചെറുമീനെ പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ രീതിയിലേ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാറുള്ളൂ. ചെറുമീൻ എപ്പോഴും നമുക്കൊരു വികാരമാണ് കേട്ടോ. നമ്മൾ ഈ എല്ലാ ആംഗ്ലേഴ്സും ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്ന ഒരു ഫ്രഷ് വാട്ടർ മീൻ എന്ന് പറഞ്ഞാൽ ഇവനാണ്. ഇതാണ് ചെറുമീൻ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ചെറുമീനും വാഗയൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ചെറുമീൻ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറേ പുട്ടുകളൊക്കെ കാണും ഈ സൈഡിലൊക്കെ. അതുപോലെ തന്നെ വാലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് വെച്ച് തന്നെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മീൻ. നല്ല സ്ട്രൈക്കായിരുന്നു, കിടിലൻ സ്ട്രൈക്ക് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രോഗ്, ജിമിനി, റിയൽ വാരിൻ്റെ ജിമിനി എന്ന് പറയുന്ന ഫ്രോഗാണ്. കിടിലൻ ഫ്രോഗാണ് കേട്ടോ, അടിപൊളി. നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കുറേ ഫ്രോഗുകളുണ്ട്, അതെല്ലാം ഞാൻ കളക്ഷനായിട്ട് വെക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോഗ്, നമ്മുടെ ഓക്കെ.